അഭിസംബോധന ചെയ്യുന്നതിലേക്ക് വേണ്ടിയിട്ടായിട്ട് ശ്രീമതി കുമാരി മായ വിശ്വനാഥിനെ ക്ഷണിക്കുകയാണ്. കുമാരിയൊന്നുമല്ല കേട്ടാ, ശ്രീമതി എൻ്റെ അമ്മ വീട്ടിലിരിപ്പുണ്ട്, വിശ്വനാഥൻ നായരുടെ ഭാര്യ. ഓക്കെ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എത്രയും ബഹുമാനപ്പെട്ടവർക്ക് എൻ്റെ വിനീതമായ നമസ്കാരം. നമുക്ക് വലിയ മഴയൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലേ? ഏറ്റവും വലിയ മഴയൊക്കെ നമുക്ക് വളരെയധികം ഇഷ്ടമാണ്. പക്ഷെ ചെറിയ ചാറ്റൽ മഴ നമുക്ക് ഭയങ്കര അസ്വസ്ഥതയാണ്. അപ്പം ആ ചാറ്റൽ മഴയായിട്ട് ഞാൻ നിൽക്കാൻ വലിയതായിട്ട് താല്പര്യപ്പെടുന്നില്ല. കാരണം വലിയ വലിയ കാര്യങ്ങളൊക്കെ എല്ലാവരും സംസാരിച്ചു കഴിഞ്ഞു. കാരണം ഇനിയും ഞാനും നിങ്ങളെപ്പോലെ ഒരു സാധാരണ ഒരു വ്യക്തി മാത്രമാണ്. ഞാൻ രാഷ്ട്രീയ പ്രവർത്തകയോ ഒരു പ്രഭാഷണ വ്യക്തിയോ ഒന്നുമല്ല. നിങ്ങളിൽ പോലെ ഒരു സാധാരണ വ്യക്തിയാണ്. നമുക്ക് ഇരു കൂട്ടുകാർക്കും മനസ്സിലാകുന്ന ഒരു ഭാഷ, ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഭാഷ, പ്രത്യേകിച്ച് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഭാഷയാണ് സ്നേഹത്തിന്റെ ഭാഷ. ആ സ്നേഹത്തിന്റെ ഭാഷയിൽ നിന്ന് ഞാൻ തുടങ്ങാം. എനിക്ക് ഇവിടെ വന്നതിൽ ഏറ്റവും വലുതായിട്ട് ഇഷ്ടപ്പെട്ടത് നമ്മുടെ സ്ഥാനാർത്ഥി, വർക്കല സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സ്മിത സുന്ദരേശൻ പറഞ്ഞൊരു വാക്ക്. ഞാൻ നിങ്ങൾക്കാർക്കും വാഗ്ദാനങ്ങൾ തരുന്നില്ല. ശരിയാണ്, ഇവിടെ എത്ര പേരാണ് നമ്മുടെ കേരളത്തിലും അല്ലെങ്കിൽ ഇന്ത്യയിലും വാഗ്ദാനങ്ങൾ നടത്തിയിട്ടുള്ളതെന്ന് നമുക്കറിയാം. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എത്ര പേര് ഇവിടെ കൈയടിച്ചെന്നൊന്നും ഞാൻ കാണുന്നില്ല. വാഗ്ദാനങ്ങളിലല്ല, സംസാരത്തിലല്ല, സംസാരം, പ്രവൃത്തി, പെരുമാറ്റം, ഇതൊന്നാവുമ്പോഴാണ് ഒരു വ്യക്തി എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നിലയിൽ നമ്മൾ ഏറ്റവും ഉയർന്ന ചിന്താഗതിയിൽ നിൽക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു വനിതാ സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഇവിടെ വന്ന് സംസാരിക്കുന്നത്. ഇത്രയും നാളും എത്രയോ വർഷമായിട്ട് ആണുങ്ങൾ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയാണ് ഞങ്ങളെ പോലെയുള്ള കലാകാരന്മാരെ വിളിക്കുന്നത്. പക്ഷേ ഞാൻ ഇപ്പോഴും പറയുന്നത് നമ്മുടെ വനിതകൾക്ക് വേണ്ടി. എനിക്ക് വനിതാന്നോ പുരുഷനെന്നോ വേർതിരിവില്ല, നമ്മളെല്ലാം വ്യക്തികളാണ്. എന്നാൽ പോലും വനിതകൾക്ക് വേണ്ടി സംസാരിക്കാൻ ഇവിടെ എത്ര പേര് രാഷ്ട്രീയ നേതാക്കന്മാരാണ് അല്ലെങ്കിൽ വനിതകളിൽ എത്ര പേരാണ് മുൻപോട്ട് നിൽക്കുന്നത് നമുക്കറിയില്ല. ഞാൻ ഇതിൻ്റെ ഇടയിൽ നിൽക്കുമ്പോൾ ഒരു വാക്ക് ഇവിടെ വളരെയധികം ആലോചിക്കുന്നു. വിവേകാനന്ദൻ പറഞ്ഞ 2 വരി ഞാൻ പറയാണ്. വിവേകാനന്ദൻ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, നമ്മൾ എവിടെ ജീവിച്ചിരിക്കുന്നു, നമുക്ക് എവിടെ വേണ്ടി നമ്മൾ പ്രവർത്തിക്കുന്നു, നമ്മൾ എവിടെ ആർക്ക് വേണ്ടി സംസാരിക്കുന്നു, അത് നമ്മൾ നന്നായി സംസാരിച്ചില്ലെങ്കിൽ, അവർക്ക് വേണ്ടി നന്നായി കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ ആ ഭൂമിയിലെ കല്ലിനും മണ്ണിനും ശവത്തിനും തുല്യമാണ് നമ്മളെന്ന് വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ വർക്കല സ്ഥാനാർത്ഥിയായ അഡ്വക്കേറ്റ് സ്മിത സുന്ദരേശൻ അങ്ങനെ ആവില്ല. നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കും. എന്തായാലും ആ വ്യക്തിയെ നിങ്ങൾ നിന്ന് ജയിപ്പിക്കുക. കാരണം ഇവിടുത്തെ സ്ത്രീകൾ ഭൂരിഭാഗവും പുള്ളിക്കാരി വന്നപ്പോൾ തന്നെ ആ ഒരു മുഖത്തെ ചിരി ഞാൻ കണ്ടു. പക്ഷെ പുള്ളിക്കാരിയുടെ മുഖത്തുള്ള ഒരു കോൺഫിഡൻസ്, ഞാൻ ഇവിടെ വരും, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്യും എന്ന് പറഞ്ഞ വാക്കുകളിൽ എവിടെയൊക്കെ ഒളിഞ്ഞിരിപ്പുണ്ട്. പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇവിടെ ആര് ഭരിച്ചാലും ആര് വന്നാലും ഞാൻ BJP-ക്കാരോട് ഒരു വളരെ വ്യക്തമായ ഒരു കാര്യം വളരെ റിക്വസ്റ്റ് ആയിട്ട് പറയാണ്. പ്രത്യേകിച്ച് ഇവിടുത്തെ ഇനി വരുന്ന മന്ത്രി ഞാൻ സുരേഷ് ഏട്ടനോടും പറഞ്ഞിട്ടുണ്ട്, നമ്മളിലുള്ള സാധാരണ ജനങ്ങൾക്ക് വേണ്ടി ഇവിടെ എത്ര നല്ല ട്രെയിനുണ്ട്. ഒരു വന്ദേ ഭാരത് മാത്രമേ ഉള്ളൂ. ശരിയാണ്, കാരണം ഞാൻ വർഷങ്ങളായിട്ട് ട്രാവൽ ചെയ്തുകൊണ്ടിരുന്നതാണ്. റോഡുകളിൽ ഇപ്പൊ ട്രാവൽ നിർത്തിയിട്ട് ഇപ്പൊ വന്ദേ ഭാരതിലായത് 2024 ജാനുവരി 26 മുതലാണ്. ഒരു 3 മണിക്കൂർ 2.25 മണിക്കൂർ കൊണ്ട് നമ്മൾ എത്തേണ്ട സ്ഥലത്ത് എത്തി. ഇപ്പൊ ട്രിവാൻഡ്രം, എറണാകുളം, ഇപ്പൊ കോഴിക്കോട് പോലെയാണെങ്കിൽ തന്നെ അത്രയാണ്. പക്ഷെ ബാക്കിയുള്ള പല ട്രെയിനുകളും ബോഗികൾ കാണണം. ഞാൻ അതിലും കയറിയിട്ടുണ്ട്. ഇത്രയും മോശമായ ബോഗികൾ നമുക്ക് മാത്രമാണ്, കേരളത്തിന് മാത്രമാണ് കിട്ടിയിട്ടുള്ളത്. ഇത് ഞാൻ ആരെയും ഹേർട്ട് ചെയ്യാനോ ആരെയും വേദനിപ്പിക്കാനോ വേണ്ടി പറയുന്നതല്ല. ഇനി BJP സർക്കാർ വരുമ്പം, കേരളം ഭരിക്കുമ്പം സാധാരണക്കാരായ നമുക്ക് ട്രെയിനിൽ വന്ദേ ഭാരത് പോലെയുള്ള അത്രയും സുഖസൗകര്യങ്ങൾ തന്നില്ലെങ്കിലും നല്ല ബോഗികളും നല്ല ഇരിപ്പിടങ്ങളും മണിക്കൂറുകളോളം ഓരോ സ്റ്റേഷനിലും പിടിച്ചിടാതെ ഓരോ വ്യക്തികൾക്കും, എല്ലാ വ്യക്തികൾക്കും അവൻ്റെ ആയിട്ടുള്ള മൂല്യങ്ങളുണ്ട്, അവൻ്റെ ആയിട്ടുള്ള സമയങ്ങളുമുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ വീട്ടിൽ വന്ന് വോട്ട് ചോദിച്ച് ജയിപ്പിക്കുന്നവർക്ക് പിന്നെ നമ്മളെ കാണുമ്പം നമ്മൾ എന്താ പറയുന്നത്,
ഇതിന്റെ ഇടയിൽ വന്ന് നിൽക്കുന്നതാണ്. അവര് പോകുന്നത് വരെ പിള്ളേർ പഠിക്കാനുണ്ട്, കുട്ടികളുണ്ട്. ഇന്നത്തെ കാലത്തെ ചൂട് സമയമാണ്. ഞാൻ BJP സർക്കാരിനോട് അല്ലെങ്കിൽ നമ്മുടെ BJP വരുമ്പം ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്, മന്ത്രിമാര് പോകുമ്പോഴും ആര് പോയാലും ഈ സിഗ്നൽ ഓഫ് ചെയ്ത് നമ്മളെ ഇട്ട് ബുദ്ധിമുട്ടിപ്പിക്കരുത്. ദയവായി അത് ഞാൻ പറയുകയാണ്. കാരണം ഒരുപാട് വയസ്സായ ആൾക്കാരുണ്ട്, ഒരുപാട് കുട്ടികളുണ്ട്, ഒരുപാട് സമയത്തിനും വാല്യൂ ഉണ്ട്. പോലീസുകാരായാലും അവർ നിന്ന് കഷ്ടപ്പെടുന്നതും ഞാൻ പലവട്ടം കണ്ടിട്ടുണ്ട്. ട്രാഫിക് പോലീസുകാരായാലും സാധാരണ പോലീസുകാരായാലും ചൂടും മഴയും നമ്മളെല്ലാവരും മനുഷ്യരാണ്. നിങ്ങളെ വിശ്വസിച്ച് നിങ്ങൾക്ക് വോട്ട് ചെയ്ത ഞങ്ങൾ എന്തിനാണ് നിങ്ങൾ ഭയക്കുന്നത്? അതുകൊണ്ട് ഞാനൊരു റിക്വസ്റ്റ് ചെയ്യണം, BJP ഇവിടെ വരണം, ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യണം. വികസനം എന്ന് പറയുന്നത് ആദ്യം നല്ല റോഡുകളാണ്. നല്ല റോഡുകൾ വരുമ്പം ഓരോ ഇതായിട്ട് വെള്ളത്തിന്റെ അല്ലെങ്കിൽ കേബിളിന്റെ എന്ന് പറഞ്ഞിട്ട് പിന്നെ കുഴിച്ച് നമുക്ക് ആ സൈഡിലോട്ട് പോകാൻ പറ്റുന്നില്ല. അപ്പൊ വികസനം വരുമ്പോ ആദ്യം കേബിളിന്റെയും വെള്ളത്തിന്റെ ഒക്കെ പൈപ്പുകൾ, ഇലക്ട്രിസിറ്റി ഒക്കെ ശരിയാക്കിയിട്ട് നല്ല റോഡുകൾ നമുക്ക് തരുക. നിങ്ങളെ ഞങ്ങൾ വിശ്വസിക്കുകയാണ് പൂർണ്ണമായിട്ട്. ആ ഒരു വിശ്വാസത്തിനൊരു മങ്ങലേൽക്കാതെ ഞങ്ങൾക്ക് വേണ്ടി നല്ലത് ചെയ്യുക. നിങ്ങൾ ഓരോ വ്യക്തികളോടും ഞാൻ പറയാണ്, ഏപ്രിൽ 9 പോകുമ്പം വർക്കലയിലുള്ളവര് അഡ്വക്കേറ്റ് സ്മിതയ്ക്ക് വേണ്ടി നിങ്ങൾ വോട്ട് ചെയ്യുക. നമുക്ക് ഒരു പ്രാവശ്യം സ്മിതയെ നമുക്ക് അഡ്വക്കേറ്റിനെ വിജയിപ്പിച്ചാലോ? നമുക്ക് വേണ്ടി ചെയ്യട്ടെ. ചെയ്ത് കഴിയുമ്പോൾ 5 വർഷം കഴിയുമ്പോഴും ഈ അഡ്വക്കേറ്റ് നമ്മളെ കാണാൻ വരണം, നമുക്ക് വേണ്ടി സുഗതമായി എല്ലാ കാര്യങ്ങളും ചെയ്തു തരണം. അല്ലാതെ 5 വർഷം കഴിഞ്ഞിട്ടല്ല പിന്നെ നമ്മളെ കാണേണ്ടത്. ഈ 5 വർഷം പുള്ളിക്കാരി നിങ്ങൾക്ക് വേണ്ടി ചെയ്യും. നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളായിട്ട്, അമ്മയായിട്ട്, അനിയത്തിയായിട്ട്, ചേച്ചിയായിട്ട്, പെങ്ങളായിട്ട് എല്ലാം നിങ്ങളുടെ കൂടെ നിന്ന് അഡ്വക്കേറ്റ് സ്മിത സുന്ദരേഷിനെ വിജയിപ്പിക്കുക. ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. നമുക്ക് വേണ്ടി, നമ്മുടെ നാടിന് വേണ്ടി നമുക്ക് ഒരു പ്രാവശ്യം BJP സർക്കാർ കേരളത്തിൽ വരട്ടെ. നമുക്ക് നോക്കാം നമുക്ക് വേണ്ടി എന്താ ചെയ്യണം. വാഗ്ദാനങ്ങളിലല്ല നിൽക്കേണ്ടത്, അത് പ്രവൃത്തിയിലും പെരുമാറ്റത്തിലാണ് നിൽക്കേണ്ടത്. 10 വർഷം ഞാൻ ഒരാളെയും ചെറുതായിട്ട് കാണുന്നില്ല, എല്ലാവരും എൻ്റെ മുന്നിൽ വലുത് തന്നെയാണ്. പക്ഷെ 10 വർഷം നമുക്ക് വേണ്ടി ആര് എന്തൊക്കെ ചെയ്തില്ല എന്ന് നമുക്കറിയാം. നമ്മളിൽ പലർക്ക് പല തെറ്റുകളും സംഭവിച്ചിരിക്കാം. പക്ഷെ ആളുകളെ മനസ്സിലാക്കാൻ പറ്റിയ തെറ്റുകളെയാണ് ഏറ്റവും വലിയ തെറ്റായിട്ട് ഞാൻ കാണുന്നത്. അത് വോട്ട് ചെയ്യാൻ പോകുന്ന ബൂത്തുകളിൽ പോകുന്ന ദിവസങ്ങൾ നിങ്ങൾ തെറ്റുകൾ ആവർത്തിക്കാതിരിക്കുക. നിങ്ങൾ എല്ലാവരും ബുദ്ധിയുള്ളവരാണ്. നമുക്ക് വിദ്യാഭ്യാസമല്ല വേണ്ടത്, ഏറ്റവും നമ്മുടെ ജീവിതത്തിലെ അനുഭവമാണ്. ആ അനുഭവത്തിൽ നിന്ന് മാത്രമേ ഓരോ വ്യക്തികൾക്കും നമുക്ക് മുന്നോട്ട് പോവാൻ പറ്റുള്ളൂ. അഡ്വക്കേറ്റ് സ്മിതയും വിദ്യാഭ്യാസത്തിനെയും കാട്ടിയും ഏറ്റവും അനുഭവത്തിന്റെ തീച്ചുളയിൽ വന്ന വ്യക്തിയായിരിക്കാം. അവർക്ക് വേണ്ടി ഞാൻ നിങ്ങളോട് വോട്ട് അഭ്യർത്ഥിക്കുകയാണ്. വോട്ട് കൊടുക്കുക. ഒരു 5 വർഷം നമുക്ക് അഡ്വക്കേറ്റ് സ്മിത സുന്ദരേഷിനെ ഇവിടെ ഇരുത്താം. താമര വിരിയിപ്പിക്കൂ. നന്ദി, നമസ്കാരം. ഇത്രയും നേരം എന്നെ കേട്ടിരുന്നതിനും ഒരുപാട് നന്ദി. ഞാൻ ഒരിക്കൽ കൂടെ പറയാണ്, BJP സർക്കാർ വരുമ്പം നമുക്ക് വേണ്ടി ഒരുപാട് വികസനം, എറണാകുളം മാത്രമല്ല ട്രിവാൻഡ്രത്തിനും വികസനം വേണം. ഇന്ന് ഏറ്റവും കൂടുതൽ വികസനം വന്നുകൊണ്ടിരിക്കുന്ന എറണാകുളമാണ്. പിന്നെ ഇതിന്റെ ഇടയിൽ ഞാൻ പറയാൻ മറന്നുപോയ കാര്യമുണ്ട്. നമ്മുടെ തലമുറകളെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി തലമുറകൾ വേണമെങ്കിൽ ഇവിടെ മയക്കുമരുന്നുകൾ നിർത്തുക. അതാണ് ഇനി വരേണ്ട ഏറ്റവും വലിയ ഒരു രാഷ്ട്രീയക്കാരോടുള്ള ഏറ്റവും വലിയ റിക്വസ്റ്റ്. ഇവിടെ മയക്കുമരുന്നും മദ്യവും കഞ്ചാവും നിർത്തുക. അത് നിങ്ങൾക്ക് നിർത്തിയാൽ മാത്രമേ നാളെ നിങ്ങൾക്ക് വോട്ടിടാൻ ഒരു പുതിയ തലമുറകൾ കാണുള്ളൂ. അത് മാത്രം ആലോചിക്കുക. നന്ദി, നമസ്കാരം. താങ്ക് യു.